മുഹമ്മദ് റിയാസിന് വേണ്ടി ഒരു വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കുന്നവർ, കേരള പൊളിറ്റിക്സ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ ഇത് മനസ്സിലാകും. ശൈലജ ടീച്ചർ, രാധാകൃഷ്ണൻ, ഒരുപാട് പേര് മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഇനി ആ കൂട്ടത്തിൽ ഒരാളാണ് ഈ എം സ്വരാജ്. CPM-ൻ്റെ ഒരു രാഷ്ട്രീയ ഘടന ശ്രദ്ധിക്കുമ്പോൾ ഒരു 5 വർഷത്തിനിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് 2 തവണ തോക്കുന്ന ഒരാൾ, അയാൾക്ക് എത്രത്തോളം പ്രാധാന്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇനി കിട്ടുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അയാൾ തോക്കുമെന്നുള്ളത് ഉറപ്പായിരുന്ന കാര്യമാണ്. പക്ഷേ അയാൾ ജയിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ വിലയിരുത്തപ്പെട്ട ഒരു കാര്യം അതായിരുന്നു. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ PV അൻവർ മത്സരരംഗത്തേക്ക് വരുമ്പോൾ UDF-ൻ്റെ വോട്ട് പിടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുജാഹിദ് വിഭാഗത്തിന് അവിടെ വലിയ സ്വാധീനമുണ്ട്. ഈ അൻവറിന് മുജാഹിദ് ഹിസ്റ്ററിയുണ്ട്. 3 മുജാഹിദ് വിഭാഗങ്ങൾക്കും അൻവറിനോട് വലിയ താല്പര്യമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അവിടെ വോട്ട് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അൻവർ കുറേ വോട്ട് പിടിക്കുമ്പോൾ ആ വോട്ടിൽ നല്ലൊരു ഭാഗം പിടിക്കാൻ സാധ്യതയുള്ളത് UDF-ൻ്റെ വോട്ടുകളായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അൻവറിൻ്റെ ചരിത്രം കോൺഗ്രസ് രാഷ്ട്രീയമാണ്. അൻവറിൻ്റെ ചരിത്രം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വോട്ടുകളാണ് അവിടെ പിടിക്കാൻ പറ്റുക.